തേയ്മാനം, മുട്ട് തേയ്മാനം, അതായത് അമ്മമാരിലെ പ്രായമായവരിലൊക്കെ കണ്ടുവരുന്ന സാധനമാണ്. അത് നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ടാണ് പ്രായത്തിന്റെ ഒരു ഇതായിട്ടാണ്. നമുക്കത് മാറ്റാൻ വീട്ടിൽ തന്നെ അതിന്റെ വേദന കുറയ്ക്കാനോ മാറ്റാനോ എന്തെങ്കിലും പോംവഴികളുണ്ടോ? മുട്ടിന്റെ തേയ്മാനത്തിന് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഇപ്പൊ സർജിക്കൽ ഒന്നും അല്ലാതെ ഒന്നുള്ളത് പറയാറുള്ളത് കാൽഷ്യം സപ്ലിമെന്റ്സ്. കാരണം ഫീമെയിൽസ് ഒക്കെ ആകുമ്പം ആർത്തവം നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ കുറേ അധികം ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. അതിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോർമോണിന്റെ ഇതിലൊക്കെ ബേസ് വെച്ചിട്ടാണ് നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്നുള്ള കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുന്നത്, അതിന്റെ മെറ്റബോൾ ഇതൊക്കെ നടക്കുന്നത് ഹോർമോണിൽ വെച്ചിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ നമ്മുടെ ആർത്തവം നിൽക്കുന്ന സമയത്ത് ഇത് കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മുടെ കാൽഷ്യം ബോഡിയിൽ ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അത് നമ്മൾ അറിയുന്നുണ്ടാവും. ഇത് അറിയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വീഴ്ച പറ്റുമ്പോഴാണ്. അതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പൊട്ടുന്നൊരു ഇത് ജോയിന്റ് റിസ്റ്റ് ആണ്. അപ്പൊ വീഴ്ച വന്നിട്ട് കൈ പെട്ടെന്ന് ഒഴിയും. പണ്ടും നമ്മളൊക്കെ വീഴുന്നുണ്ട്, നമ്മളിപ്പോഴും വീഴുന്നുണ്ടാവും, പക്ഷെ ഒരു പെട്ടെന്ന് പൊട്ടും. അപ്പൊ ഈ തേയ്മാനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കാൽസ്യം നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ പീരീഡ്സ് നിൽക്കുന്നതിന്റെ കുറച്ച് നാൾ മുമ്പേ നമ്മൾ കാൽസ്യം ലോഡ് ചെയ്ത് പോകണം എന്നാണ് ഇപ്പോഴത്തെ പറയുന്നത്. സപ്ലിമെന്റ്സ് ആണ് നല്ലത്. പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ വലിയ ഭയങ്കരമൊന്നും ചെയ്യണമെന്നൊന്നും വെക്കാം. നമ്മുടെ വീടിന്റെ പുറത്തൊക്കെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരം ഒന്ന് നടക്കാൻ പറ്റും. ഓടണമെന്നൊന്നുമില്ല, മൈൽഡ് ജോഗിങ്ങോ അങ്ങനത്തെ ചെറിയ എക്സസൈസ് മതി. എപ്പോഴും നമ്മൾ ഒരു എന്താ പറയാ മൂവ്മെന്റ് ആക്കി യൂഷ്വലി സാർ അപ്പൊ ഈ നീക്കൊക്കെ പ്രശ്നം വരുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്റ്റ് എടുക്കാറാണ് പതിവ്, അത് ശരിയായിക്കൊണ്ട്. പക്ഷെ ഈ തേയ്മാനം ഉള്ളവർ ആക്ച്വലി മൂവ്മെന്റ് ആണോ ചെയ്യേണ്ടത്? തേയ്മാനം ഭയങ്കര പെയിൻ ഉള്ള സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ റെസ്റ്റ് തന്നെ പറയാം. റെസ്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇഞ്ചുറി ഉള്ള പോലെ റെസ്റ്റ്, ഐസ് ഒക്കെ വെക്കുക, മറ്റേ അനാൽസ് ഒക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് തന്നെ പറയും. തീരെ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മളെ മസിൽസ് വീക്കാവും. ഇപ്പൊ ചിലവർ ചോദിക്കാറുണ്ട് നീ ക്യാപ്പ് ഇട്ടു ഫുൾ ടൈം ഇട്ടോട്ടെ. നീ ക്യാപ്പ് ഒക്കെ ഇടുമ്പോ എന്താ പറ്റുക വെച്ചാൽ മുട്ടിന് ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ മുട്ടിന് സ്റ്റെബിലിറ്റി കൊടുക്കേണ്ട മസിലാണ്, മസിലിന്റെ പണിയാണ് ഈ നീ ക്യാപ്പ് എടുക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി എന്താവും മസിൽസ് വീക്കാവും. അപ്പൊ കുറച്ച് കഴിയുമ്പോ അതൊരു ഒരു നല്ലൊരു ഇതല്ല, കാരണം രക്തോട്ടം ഇതെല്ലാം ബാധിക്കും. അപ്പൊ എക്സസൈസ് ചെയ്യണം എന്ന് തന്നെയാണ് ഇതായിട്ട് പറയാറ്. സാർ എപ്പോഴാണ് നമുക്ക് ഒരു സർജറിയുടെ ആവശ്യം വരുന്നത്? സർജറി എന്ന് പറയുന്നത് ഇപ്പം മുട്ടിപ്പം നമ്മൾ കഷ്ടകാലത്തിന് വീണു, നമ്മുടെ കൈ ഒടിഞ്ഞു, അതിന് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ വരുമ്പോ തന്നെ പറയും അഡ്മിറ്റ് ആവും, നാളെ തന്നെ ചെയ്യാം, അത്രേ ഉള്ളൂ. മുട്ടുവേദന ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരു നിർബന്ധമായിട്ടും നാളെ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യേണ്ടതോ അല്ല. നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ഹെൽത്ത് ഇപ്പൊ അതായത് ഇപ്പൊ ചിലവർക്കൊക്കെ ഇപ്പൊ ഷുഗർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇറ്റ്സ് എ പ്യുവർ എലക്റ്റീവ് ആയിട്ടുള്ള എമർജൻസി പ്രൊസീജിയർ. നമുക്ക് എപ്പോഴാണോ നമുക്ക് തോന്നുക ഈ മുട്ട് വെച്ചിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി നടക്കാൻ പറ്റുന്നില്ല, അതില് പറ്റാതാവുന്നല്ല നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് നമ്മൾ പറയുമ്പോൾ നല്ല തീരുമാനമുണ്ട് നിങ്ങൾ ചെയ്യാന്ന് പറയുകയാണെങ്കിലും നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് പറയുന്നത്. ഇപ്പൊ തേയ്മാനം നമ്മൾ 4 ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 1, 2, 3, 4. 3, 4 ഒബ്വിയസ്ലി സർജറി എന്നാണ് പറയുക. പക്ഷെ എന്നാലും അത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ ആക്ടിവിറ്റി അത്ര ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് പറയാം. എന്റെ ഇന്ന സ്റ്റേജ് ഇപ്പൊ 4th സ്റ്റേജ് എത്തിയാലേ സർജറി വേണമെന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കേട്ടിട്ടുണ്ട് ഈ ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് സർജറി എന്നൊക്കെ, അതൊക്കെ നമ്മൾ ഈ തേയ്മാനത്തിനൊക്കെ വേണ്ടിയിട്ടാണോ? അതെ, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മുട്ടില് നമുക്ക് മുകളിലത്തെ എല്ലുണ്ട്, അതായത് തൊടയില് ഫീമർ എന്ന് പറയും, താഴത്തെ എല്ലുണ്ട് ടിബിയ. ഇത് രണ്ടുമുള്ള ജോയിന്റിൽ വരുന്ന ഇതല്ലാതെ പിന്നെയുള്ള ചിരട്ടയുള്ള ജോയിന്റ്. ഈ ഫീമറും ടിബിയും തമ്മിലുള്ള ജോയിന്റിലുള്ള തേയ്മാനത്തിനെയാണ് നമ്മൾ യൂഷ്വലി തേയ്മാനം എന്ന് പറയുന്നത്. അത് തേഞ്ഞു കഴിയുമ്പോൾ ഫീമറിന്റെ സർഫസും ടിബിയുടെ സർഫസും നമ്മൾ മാറ്റുന്നത്, അത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും. അതാണ് നമ്മൾ എന്താ പറയാ ഡെഫിനിറ്റീവായിട്ട് മുട്ട് തേയ്മാനത്തിന്റെ ഒരു ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത്ര സിവിയർ ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. 3ലും 4ലും ചെയ്യാം. ചിലപ്പോ മുട്ട് വളയാൻ തുടങ്ങും. ചിലവര് പണ്ടൊക്കെ നേരെ നടന്നവര് ഇങ്ങനെ ഒരു റാ പോലെ ഉണ്ടാവും. ചിലവരുടെ തിരിഞ്ഞും വരാം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അപ്പം
തേയ്മാനം അധികമായിട്ടുള്ളവരുടെ ഫൈനൽ ഓപ്ഷനാണ് മുട്ട് ഓക്കെ തേയ്മാനം. ഓക്കെ സോ പിന്നെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ IT പ്രൊഫഷണൽ ഉള്ളവർ ഇങ്ങനെ കൂനി കൂനി വരുന്ന സംഭവം ജന്മന ചിലവർക്ക് ഇങ്ങനെ ഒരു ചെറിയ കൂന് പോലെ ഉള്ളവരുണ്ട്. അല്ലാതെ ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും സ്കൂളിൽ ഇരിക്കുന്ന പോസ്ചർ ആയിക്കോട്ടെ എല്ലാം കാരണം ഇങ്ങനെ ചെറിയൊരു കൂന് പോലെ അതെ. വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലവർ കിടക്കുന്ന പോസ്ചർ കാരണം അവരുടെ ഈ അത് ശരിക്കും നമ്മുടെ ഈ അത് മെയിൻലി ഇപ്പൊ കണ്ടുവരുന്നതിൽ വെച്ചിട്ട് മൊബൈലിന് വലിയൊരു റോളുണ്ട്. ഓക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൊബൈൽ ഇപ്പം കുട്ടികൾ ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കുക ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് അല്ലേ? ഉം. നമ്മള് യൂഷ്വലി നമ്മളിപ്പം പത്രം വായിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കല്ലാതെ ഇങ്ങനെ വായിക്കില്ല. വായിക്കാറില്ല. ഇപ്പൊ എല്ലാവരും ഉള്ളത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങുമ്പോ അല്ല കിടക്കുമ്പോ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കില്ല, വയറിലേക്ക് വെച്ച് ഇങ്ങനെ ഹാബിറ്റ്സിനെ ബേസ്ഡ് ആയിട്ടാണ് ഇത് ഇത് വരുന്നത്. വരുന്നത്. ഓക്കെ അതിപ്പോ കുട്ടികളില് മൊബൈൽ അഡിക്ഷൻ കൺട്രോളബിൾ അല്ല. അതെ ഇപ്പൊ ആദ്യം ഇപ്പൊ കഴുത്തുവേദനയായിട്ട് ചെറിയ നേരത്തെ ചോദിച്ചല്ലോ, ഉം, കുട്ടികൾ വരുന്ന കഴുത്തുവേദന ഉം, ആദ്യം ചോദിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? ഉം, ഇപ്പൊ തന്നെ അമ്മ പറയും, ഓ അയ്യോ സാറേ അത് ഉം, കൊടുത്തില്ലേം പ്രശ്നമാണ്. ഉം, അവരാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കുള്ളൂ. ഉം, കുട്ടികൾക്ക് നമ്മളെപ്പോലെയല്ല ഈ ഉം. മൊബൈലിന്റെ വെയിറ്റ് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കുട്ടികളാകുമ്പോൾ അധികം വേന എടുക്കൂല, പക്ഷെ ഇങ്ങനെ കളിച്ച് 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 അവസാനം ആവുമ്പോഴേ വരുള്ളൂ. മൊബൈൽ അഡിക്ഷൻ ആണ് ഒരു മെയിൻ മെയിനായിട്ട്. കാര്യമായിട്ട്. അപ്പൊ മാക്സിമം മൊബൈലൊക്കെ കുട്ടികളുടെ അടുത്ത് മാറ്റാൻ വളരെ ശ്രമിക്കുക. വളരെയധികം. ഓക്കെ സർ, നമുക്ക് എല്ലിന് ഉം. ശക്തി കൂട്ടാൻ പറ്റുന്ന ഉം. ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാ? അതായത് എല്ലിന് മെയിൻലി വേണ്ടത് കാൽഷ്യം. കാൽഷ്യം. ഇപ്പം ഒബ്വിയസ്ലി മുട്ട, ഉം, പാല്, ഉം, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ എല്ലിന് ബലം കൊടുക്കുന്നത് മസിൽസ് ആണ്, ഉം, ഉം. സപ്പോർട്ടുള്ളത്. അതിന് പ്രോട്ടീൻസ്, പ്രോട്ടീൻസ്. ഓക്കെ. പയറുവർഗ്ഗങ്ങൾ, ഇപ്പം മത്സ്യം, മാംസം ഉം, ഇതെല്ലാം ഉം. നല്ലതാണ്. പയറ് അങ്ങനത്തെ സാധനങ്ങളാണ് മെയിൻലി കഴിക്കാം. എല്ലിലേക്കായിട്ടുള്ള ഇതായിട്ടുള്ള കാൽഷ്യം കിട്ടുന്ന ഫുഡ്. പിന്നെ മസിൽസിനുള്ള പ്രോട്ടീൻ സ്ട്രെങ്ത് ചെയ്യാൻ. സ്ട്രെങ്തൻ ചെയ്യാൻ. ഓക്കെ സോ, നീ എല്ലിനെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് ഈ കൊക്കോകോള, പെപ്സി ഒക്കെ കുടിക്കുമ്പോൾ എല്ല് പൊടിഞ്ഞു പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ശരിക്കും സത്യമാണോ? അത് ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് പറയാൻ പറ്റില്ല. അല്ല. കാരണം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ കൊക്കോകോള എടുക്കുകയാണെങ്കിൽ മെയിൻലി അത് ഷുഗറാണ് ഉം, ഉം, അല്ലേ? ഏതൊക്കെയോ ഇതിൽ കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവസാനം ക്ലീൻ ആയി. അങ്ങനത്തെ ഉള്ളൂ. അങ്ങനെ അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് വെച്ചിട്ട് ദ്രവിക്കുന്നു അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് എൻ്റെ അറിവിലില്ല. ഇല്ലല്ലേ? ഓക്കെ സാർ, അപ്പം പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, ഈ കുട്ടികളിൽ സാറ് ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു അഡ്വൈസ് പോലെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്ത് പറയും കുട്ടികൾ? കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് അവരിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലും ഇപ്പൊ ഉള്ള ലെവലിൽ മുമ്പ് തന്നെയാണ്. എത്രയോ കുട്ടികൾ ഈ കഴുത്തുവേദനയായിട്ട് എത്രയോ കുട്ടികൾ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് main. ഒന്ന് ഇത് തന്നെയാണ്, മൊബൈൽ യൂസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇപ്പൊ ഓർത്തോപെഡിക് അല്ലാതെ ബാക്കി പല പ്രശ്നങ്ങളും അത് ഉണ്ടാക്കും. ഇപ്പൊ ഉള്ളതിൽ ഹോം ഡെലിവറി ആയിട്ടുള്ള പല ആപ്പുകളും ഉണ്ട്. നമുക്കിപ്പോ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയുണ്ട്, പണ്ട് എനിക്കൊന്ന് ബിരിയാണി കഴിക്കണം തോന്നുമായിരുന്നെങ്കിൽ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ സാഗറിൽ കൊണ്ടുവരും. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ എൻ്റെ മോനിപ്പം അച്ഛ ഇന്ന് എനിക്കിത് വേണമെന്ന് പറയുമ്പോഴേക്കും സാധനം ഓർഡർ ചെയ്യുന്ന വീട്ടിലെത്തുകയാണ്. ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നുണ്ട്. കുട്ടികളെ ബാധിക്കുന്നതിൽ ഇത് രണ്ടുമാണ് ഞാൻ കാണുന്നത്. മറ്റേതാകുമ്പോൾ വീട്ടിലുള്ള ഇപ്പൊ വൈകുന്നേരം വരുന്ന കുട്ടികളാകുമ്പോൾ വിശപ്പുണ്ടാവും. വൈകുന്നേരം വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകൾ. ഇപ്പൊ അതല്ല, അവർക്ക് അതൊന്നും പറ്റൂല. അവർക്ക് വേണ്ട സാധനം കിട്ടണം. ഓനിപ്പോ പറയാ പിസ്ത, ഇന്ന സ്ഥലത്തെ പിസ്ത കാണുന്ന അതേ പറ്റുള്ളൂ. ഇപ്പൊ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര പ്രശ്നം. അതിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്.